കേരള തീരത്ത് ചരക്ക് കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു. 144 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. തീരത്ത് നിന്നും കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻ ഹൈ 503 എന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. കപ്പലിൽ നിന്ന് 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നും പ്രാഥമികമായി ചില വിവരങ്ങൾ വരുന്നുണ്ട്. കപ്പലിൽ 22 ജീവനക്കാർ ഉണ്ടായിരുന്നു. അതിൽ 18 പേർ കടലിൽ ചാടി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രക്ഷാദൌത്യത്തിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. കോസ്റ്റ് ഗാർഡും നേവിയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. INS സൂറത്ത് ഡോർണിയർ ചെറുവിമാനവും രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. അനഘയിലേക്ക് പോകുന്നു. അനഘ, ഈ അപകട വിവരം പുറം ലോകം അറിയുന്നത് എപ്രകാരമായിരുന്നു? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഈ കടലിലേക്ക് ചാടിയ 4 ജീവനക്കാരെ കാണാനില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് 18 പേർ കടലിൽ ചാടി എന്ന കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരായിട്ടുള്ള 18 പേരിൽ 4 പേർ കടലിലേക്ക് ചാടി എന്ന വിവരമാണ് 18 പേർ കടലിലേക്ക് ചാടി എന്ന വിവരമാണ് ലഭിച്ചിരുന്നത്. ഇതിൽ ചിലരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഈ ചാടിയവരിൽ 4 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന വിവരം കൂടി കോസ്റ്റ് ഗാർഡ് തരുന്നുണ്ട്. അതായത് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ അവർ നൽകിയ വിവരം അനുസരിച്ചാണ് ഈ കോസ്റ്റ് ഗാർഡ് ഈ കാര്യം പറയുന്നത്. അതായത് കപ്പലിൽ ഉണ്ടായിരുന്ന കടലിലേക്ക് ചാടിയ 18 പേരിൽ 4 പേരെ ഇപ്പോൾ കാണാനില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അതിൽ ചിലരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുകൂടിയുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഈ കപ്പലിലുള്ള തീ ഇപ്പോഴും കപ്പലിൽ തീ പടരുന്ന സാഹചര്യമുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതൽ കപ്പലുകൾ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേവിയുടെ കൂടുതൽ കപ്പലുകൾ ആ ഭാഗത്തേക്ക് എത്തി ഈ തീ പടരുന്ന സാഹചര്യം തടയാനുള്ള ഒരു നീക്കമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. കാരണം ഇപ്പോൾ കപ്പലിന്റെ താഴത്തെ ഡക്കിൽ നിന്നാണ് തീ ഉയർന്നത്. അതിനുശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി തീ പടരുകയായിരുന്നു. ഈ തീ ഇപ്പോഴും പുകയുയരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ തീ കപ്പലിലേക്ക് മുഴുവനായും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതര പ്രശ്നവും. മാത്രമല്ല കപ്പലിനകത്ത് ഇപ്പോഴും ജീവനക്കാരുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പലിൽ നിരവധി ജീവനക്കാരുണ്ട്. അതിൽ 18 ജീവനക്കാർ മാത്രമാണ് ഈ കടലിലേക്ക് ചാടിയത്. അതിൽ 4 ജീവനക്കാരെ കാണാനില്ല. അതിൽ പലരെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ രക്ഷപ്പെടുത്തിയവരിൽ പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വാർത്ത കൂടിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ശരി അനഘ, തുടരുക. നിഷയിലേക്ക് പോകുന്നു. നിഷ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഏകദേശം 5ഓളം ജീവനക്കാരെ രക്ഷപ്പെടുത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവർ നൽകുന്ന വിവരം അനുസരിച്ച് 4 ജീവനക്കാരെ കാണാനില്ല എന്നുള്ളൊരു പ്രാഥമിക വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അതുമാത്രമല്ല ഈ കപ്പലിനുള്ളിൽ ഇപ്പോഴും ചില ജീവനക്കാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരിക്കും. കാരണം ഇപ്പോഴും തീയും പുകയും ഉയരുകയാണ്. പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നിലവിലുള്ള ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും രക്ഷാദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കടലിൽ ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതും ഒപ്പം തന്നെ കപ്പലിൽ ആരെങ്കിലും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നതുമാണ്. INS സൂറത്തും നേവിയുടെ ചെറുവിമാനങ്ങളും അടക്കമുള്ളവ ഇതിനായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ ഏതെങ്കിലും ജീവനക്കാർ ഇനിയും ജീവനക്കാരുണ്ട് എങ്കിൽ കടലിൽ ചാടിയ 18 പേരെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് എപ്പോഴും നേവി അടക്കം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃത്യമായി എത്ര ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയണമെങ്കിൽ കപ്പൽ കമ്പനി തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകണം. ഒപ്പം തന്നെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവർ തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. 4 ജീവനക്കാരെ കാണാനില്ല. ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പലിൽ തുടരുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കപ്പലിൽ ഉള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കാരണം ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളടക്കം കാണാം. വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്, തീയുണ്ട്. കപ്പലിൽ നിന്നും തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ട്. വിമാനങ്ങളടക്കം അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാരെ പുറത്തെത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ രക്ഷാ ദൗത്യത്തിന് മുന്നിലുള്ളത്. ഇവരെ രക്ഷപ്പെടുത്തി ഏറ്റവും അടുത്ത തീരത്തേക്ക് കൊണ്ടുവരിക, ഇവർക്ക് ചികിത്സ നൽകുക എന്നുള്ള കാര്യവും. ഒപ്പം തന്നെ 18ഓളം ജീവനക്കാർ കടലിൽ ചാടി എന്ന് പറയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ഇവരിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൊള്ളലാണ് ഏറ്റിരിക്കുന്നത്. കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ കണ്ടെയ്നറുകൾ പുറത്തേക്ക് തെറിച്ച സമയത്ത് ആരെങ്കിലും അതിനൊപ്പം തന്നെ കടലിലേക്ക് വീണിട്ടുണ്ടോ, ആ കണ്ടെയ്നറുകൾ
അത് പൊട്ടിത്തെറിച്ച സമയത്ത് വലിയ രീതിയിൽ ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ആ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തീ അണയ്ക്കാൻ 4 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ചെറുവിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. സിംഗപ്പൂർ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് പുറപ്പെട്ട 7-ാം തീയതി പുറപ്പെട്ട കപ്പലാണ്. അതിനുശേഷം നവി മുംബൈ തീരത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ ബേപ്പൂർ തീരത്തിന് 120 കിലോമീറ്റർ അകലെ വെച്ച് ഈ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കപ്പലിന്റെ താഴത്തെ ഡെക്കിൽ നിന്നും പൊട്ടിത്തെറി ഉണ്ടായി, അല്ലെങ്കിൽ തീ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 650 കണ്ടെയ്നറുകളിൽ 50 എണ്ണം വീണു എന്നുള്ള കാര്യം ആദ്യം വന്നിരുന്നു. പിന്നീട് 20 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഇതിലൊക്കെ തന്നെ ഒരു വിശദീകരണം നൽകേണ്ടത് കപ്പൽ കമ്പനിയാണ്. ജീവനക്കാരെ തീർച്ചയായും ഇതിനൊരു വ്യക്തത വരണമെങ്കിൽ കപ്പൽ കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും.